ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നത്തെ വീഡിയോയിൽ അമരൻ എന്ന മൂവിയിലെ BGM ആണ് നിങ്ങൾക്ക് കാണിച്ചു തരിക. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കായിട്ടല്ല ചെയ്തിരിക്കുന്നത്. മിക്സിങ്ങും മാസ്റ്ററിങ്ങും ഒന്നും നടത്തിയിട്ടില്ല. VSTകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നൊരു വർക്കാണ്. ദയവ് ചെയ്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക, എന്നാൽ മാത്രമേ അതിൻ്റെ ഫ്രീക്വൻസികളെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് പാട്ട് കേട്ടാലും ഫസ്റ്റ് നമ്മൾ അതിനകത്ത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. അതിനുശേഷം ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സാണ്, ഡ്രം പോർഷനിൽ ഏതൊക്കെ ഡ്രംസിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. അതിനുശേഷം ബേസ്, അതുപോലെ തന്നെ ഓരോ വെർച്വൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. അത് ക്യാച്ച് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഫുൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനിയും വയലിൻ്റെ ഒക്കെ പോർഷൻസൊക്കെ നിറയെ ഉണ്ട്. എക്സ്ട്രാ വോക്കൽ എഫക്ട്സ് കൊടുക്കാനുണ്ട്. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എഫക്ട്സുകളൊക്കെ നിറയെ കൊടുക്കാനുണ്ട്. അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ക്യാപ്ചർ ചെയ്യേണ്ടത്. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ട് എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും നമ്മൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. അതൊരു പ്രത്യേക കഴിവായിരിക്കണം. അത് ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റെപ്പായിട്ട് എടുക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ കോഡ്. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്ന വ്യക്തി ഏത് കോഡിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഡി മേജറിൻ്റെ കോഡ്. അപ്പോൾ ആ ഡി മേജറിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഡി മേജറാണ്. രണ്ടാമതായിട്ട് അതിവിടെ കാണിക്കും, അത് ഡി മേജർ എന്നുള്ളത്. രണ്ടാമതായിട്ട് ഇത് ഏത് ടൈം സിഗ്നേച്ചർ ആണെന്നുള്ളതാണ്. അതായത് താളം 1 2 3 4 1 2 3 4 റിതം അല്ലെങ്കിൽ സ്റ്റൈലെന്ന് നമ്മൾ പറയും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 4/4 ആണ്. 1 2 3 4 1 2 3 4 ആ താളമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമതായിട്ട് ഇതിൻ്റെ സ്പീഡാണ്, ടെമ്പോ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ടെമ്പോ ഞാൻ 100-ലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ കോഡ്സ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കോഡ് പ്രോഗ്രഷൻ പ്ലസ് മെലഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ മെലഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് BGMൻ്റെ മെലഡി. ഇപ്പോൾ ഇവിടെ ഡി മേജറിലാണ് അതിൻ്റെ പ്രോഗ്രഷൻ. ജസ്റ്റ് ഒന്ന് നമുക്ക് മിഡി പ്ലെയറിലൊന്ന് കേട്ട് നോക്കാം. ഇത് നല്ല സ്പീഡിലുള്ള ഇതായതുകൊണ്ട് നമ്മൾ അത്ര സ്പീഡിൽ നോക്കിയെടുക്കണമെന്നില്ല. ആദ്യം സ്ലോ ആയിട്ട് നമ്മൾ ചെയ്തിട്ട് പിന്നെ സ്പീഡ് കൂട്ടിയെടുത്താലും മതിയാവും. അങ്ങനെ അത് പ്രോഗ്രസ് ചെയ്ത് എടുത്തതാണത്. കേട്ട് നോക്കാം. ഇത് പിയാനോയിൽ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ലെയറായിട്ട് സ്ട്രിങ്സ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിൽ പാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിവിടെ കിടക്കട്ടെ. നമ്മൾ ഇനി അടുത്തത് ഇതിൻ്റെ കോഡ്സ് ക്രിയേഷനാണ്. അപ്പോൾ കോഡ്സ് ക്രിയേഷൻ ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ബേസിക് കോഡ്സുകൾ. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള എളുപ്പ വഴി ഞാൻ ഉപയോഗിക്കുന്ന ഈ ലോജിക് പ്രോയിലുണ്ട്. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മളിതിൻ്റെ ഇവിടെ ഈ മാർക്കറിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഈ സോങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കോഡ്സ് ഉണ്ട്. ഈ കോഡ്സിൻ്റെ ഈ പ്ലസ് ബട്ടൺ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഈ ബാറിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാം ഏത് കോഡാണ് ഇവിടെ വേണ്ടെന്നുള്ളത്. നമുക്ക് കോഡ് ചൂസ് ചെയ്യാം. നമ്മൾ ഇവിടെ ഒരു സിഗ്നലുണ്ട്. ഇത് നമ്മുടെ ഇപ്പം പച്ച വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇത് മിഡി സിഗ്നലാണ്. നമ്മുടെ കീബോർഡിൽ നിന്ന് ഉള്ള മിഡി സിഗ്നലാണ്. അപ്പം നമുക്കിത് അവിടത്തെ യൂസ് ചെയ്യാതെ നമുക്ക് ഈ കീബോർഡിലുള്ള പോർഷൻസ് ഉണ്ടോ, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് റെക്കോർഡിങ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. കീബോർഡിൽ ഡി മേജർ വന്നിട്ടുണ്ട്. ഇനി അടുത്ത സെക്കൻഡ് കോഡായിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സെക്കൻഡ് കോഡായിട്ട് ബി മൈനറാണ്. ആദ്യം തനന തനന തനന. അടുത്ത മൂന്നാമത്തെ കോഡായിട്ട് ഇവിടെ ഒന്നുകൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ കോഡ് സെലക്ട് ചെയ്യണം. തനന 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 തനന. അപ്പോൾ ജി മേജറാണ്. അത് നമ്മൾ കീബോർഡിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണെന്നുള്ളത്. ഡി, ബി മൈനർ, ജി മേജറായിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കോഡും കൂടെ നമുക്ക് സെലക്ട് എടുക്കണം. തനന തനന
ഓക്കെ, എ ആണ്, എ മേജറിലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കോഡ്സ് നമ്മൾ ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഇങ്ങോട്ടൊന്ന് ഈ പിയാനോയുടെ പോർഷനിൽ ഈ വി എസ് ടിയുടെ ഇതിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും. അത് നമ്മൾ ഇനി ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് നമുക്ക് കേൾക്കാം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കോഡ്സ് ക്രിയേഷൻ. അപ്പോൾ ഈ 4 കോഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിൻ്റെ മെലഡി അതുപോലെ തന്നെ ഇതിൻ്റെ BGM ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം, നമുക്ക് ആവശ്യമില്ല അത്. ഓക്കെ, അത് ഫസ്റ്റ് നമ്മൾ മെലഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇനി അതിൻ്റെ കോഡ്സ് ആഡ് ചെയ്യുകയാണ്. ഇതാണ് പിയാനോയുടെ കോഡ്സ്. ഫസ്റ്റ് മെലഡി നമുക്ക് കേട്ട് നോക്കാം. ഇനി കോഡ്സ് വെച്ചൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ കോഡ്സ് എല്ലാം ആയിട്ടുണ്ട്. നമ്മൾ ഈ 4 കോഡ്സ് അങ്ങോട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പാട്ടിൻ്റെ മെലഡിയായിട്ട് ഇതായിട്ട് യൂണിറ്റി ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യം മെലഡി ക്രിയേറ്റ് ചെയ്ത് രണ്ടാമത് കോഡ്സ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. കോഡ്സ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ പാടിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ മെലഡി ഇല്ലാതെ നമുക്ക് ഫസ്റ്റ് കോഡ്സ് വെച്ച് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് അങ്ങനെ കോഡ്സ് വെച്ച് ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെലഡി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോഡ്സും ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ആയിരിക്കേണ്ട 2 കാര്യങ്ങളായിട്ടുണ്ട്, കോഡ്സ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മെലഡിയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലെയറിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ച് ലെയറിംഗ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കേട്ട് നോക്കാം. സ്ട്രിങ്സ്, ലെഫ്റ്റ്, പാനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോഡ്സിന് കുറച്ചുകൂടി എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഹോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വോയിസ് നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ ഒരു എഫക്റ്റും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. കിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ്റെ എഫക്റ്റാണ്. അതിങ്ങനെ ഒരു ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ടായിട്ട് വരും ബാക്ക്ഗ്രൗണ്ടിൽ. ഒന്ന് കേട്ട് നോക്കാം. റിതമിക് ആയിട്ടുള്ള ഒരു വോയിസാണ്. വിത്തൗട്ട് ദാറ്റ് പ്ലഗിൻ, ആ പ്ലഗിൻ ഇല്ലാതെ ഇങ്ങനെയാണ് വോയിസ് വരുന്നത്. ആ പ്ലഗിൻ നമ്മൾ കൊടുക്കുമ്പോൾ റിതമിക് ആയിട്ടുള്ള വോയിസ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ ഈ പിയാനോയിലും ഇത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലെയറിംഗ് ആയിട്ട് ഞാൻ പാഡിൻ്റെ ഒരു VST യൂസ് ചെയ്തിട്ടുണ്ട്, പാഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി നമുക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു വോയിസാണ്, ഒന്ന് കേട്ട് നോക്കാം. ഒരു ഫീലിംഗ്, ഒരു ഡെപ്തും കൂടെ ഉണ്ടാവും അതിന്. ഇനി അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബേസ്. ബേസാണ് ഇതിൻ്റെ അകത്ത് പാട്ടിന് ഒരു ജീവൻ കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ബേസാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബേസ് ഒന്ന് കേട്ട് നോക്കാം. ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി ക്യാപ്ചർ ആവുകയുള്ളൂ. ഇനി ഇതിലും നമ്മളൊരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, ആ കിക്ക് സ്റ്റാർട്ടിൻ്റെ അതേ എഫക്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കേട്ട് നോക്കാം അതോടുകൂടി. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലെയറിംഗ് ആയിട്ട് പാഡിൻ്റെ അതേ തന്നെ കോഡ്സ് നമ്മളത് പ്ലഗിൻ വെച്ച്, കിക്ക് സ്റ്റാർട്ട് പ്ലഗിൻ വെച്ച് ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു വോയിസ്, സ്ട്രിങ്സ് പ്ലസ് വോക്കൽ രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു വോയിസ് കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗിറ്റാറിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഗിറ്റാറിൻ്റെ ഒരു പോർഷൻ നോട്ട് വായിച്ചിട്ടിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഞാനിതിൻ്റെ ഇൻട്രോ നോട്ട്സ് കാണിച്ചു തരാൻ വിട്ടുപോയി. ഇനി ലാസ്റ്റ് അത് കാണിച്ചു തരാം. ഓക്കെ, ഇനി അതിൻ്റെ മെയിൻ ആയിട്ടുള്ള വോയിസാണ് വയലിൻ. അത് ഒറിജിനലായിട്ടുള്ള മ്യൂസിക്കിൽ ഇലക്ട്രിക് വയലിനാണ്. നമുക്കിവിടെ VSTയിലുള്ള വയലിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരിക്കുകയില്ല. ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള മെലഡി നമ്മൾ ഫുള്ള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെലഡി എന്ന് വെച്ചാൽ അതിൻ്റെ BGMലുള്ള ഏറ്റവും മെയിനായിട്ടുള്ള പാർട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഡ്രംസ്. നമ്മൾ ഇതിനകത്ത് ഒരു കിക്കിൻ്റെ ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കിതിനകത്ത് പ്രീസെറ്റുകളുണ്ട്. നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ലൂപ്സ് എല്ലാം ഉണ്ട്. ലൂപ്സ്, കിക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ഒരു കിക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കേട്ട് നോക്കാം. അതിൽ ഫ്രീക്വൻസിയിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ കിക്ക്. അതിൽ വേരിയേഷൻ വരുത്തിയേക്കുന്നതാണിത്. ഫ്രീക്വൻസിയിൽ കുറച്ച് കട്ടിങ് എല്ലാം നടത്തിയത്. നമുക്ക് കൂടുതലായിട്ട് ലോ ഫ്രീക്വൻസിയാണ് ആവശ്യം, അതുകൊണ്ടാണ് ഹൈ എല്ലാം കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പെർക്യൂഷൻസും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൂടെ ചേർത്തൊന്ന് കേട്ട് നോക്കാം. ഒരു കോറസും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുകളിലായതുകൊണ്ട് കണ്ടില്ല. ഇനി ഒരു റിവേഴ്സ് ക്രാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കേട്ടു നോക്കാം. അതല്ല കേട്ടോ, ഇത് പെർക്യൂഷൻ. അത് ഓഫ് ചെയ്തിടാം. ഇവിടെ കുറച്ച് റീവർബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വിറ്റെല്ലാം കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലാസ്റ്റിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നതിന്. ഇൻട്രോയിലും ഇതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഒന്ന് കേട്ട് നോക്കുക. യെസ്, ഫസ്റ്റ് ഇവിടെ ചെയ്തിരിക്കുന്ന ഇത് എന്ന് പറയുന്നത് ഗിറ്റാറിൻ്റെ ഒരു കോഡാണ്. ഒന്ന് കേട്ട് നോക്കാം. ഗിറ്റാറിൻ്റെ നോട്ടിൽ കുറച്ച് ഫ്രീക്വൻസി വേരിയേഷൻസ് എല്ലാം നടത്തിയ ശേഷം കിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ റിതമിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും. വിത്തൗട്ട് കിക്ക് സ്റ്റാർട്ട് നമുക്ക് നോക്കാം. വിത്ത് കിക്ക് സ്റ്റാർട്ട് അതായത് സൈഡ് ചെയിനിങ് ആണ്. അതായത് നമ്മൾ അതിൻ്റെ സൈഡ് ചെയിൻ ചെയ്യാന്ന് പറയുന്നതിന് അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഈ സൈഡ് ചെയിൻ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ കിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് അങ്ങനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡെപ്ത് കിട്ടാനായിട്ട് പാഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലും നമ്മളും സൈഡ് ചെയിൻ ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടില്ല. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിന് പല ഓപ്ഷൻസൊക്കെ, ഇതൊക്കെ ഓരോ വീഡിയോ ചെയ്യാൻ തന്നെയുള്ള ഒരു പ്ലഗിനാണിത്. നമുക്ക് അത്യാവശ്യം ഇവിടെ നിന്നുള്ള പോർഷനാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ ഇത്രയും 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ബേസാണ്. ബേസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് പിയാനോ, ഒരു ചെറിയൊരു ഇൻട്രോ പിയാനോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒറിജിനലൊന്നും അല്ല, ഇത് ഒറിജിനൽ പിയാനോ ഇതല്ല, ഇത് ഇതിനു വേണ്ടി ചുമ്മാ ക്രിയേറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഗിറ്റാറിൻ്റെ പോർഷനാണ്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എഫക്റ്റ് ഇത് കിട്ടാൻ വേണ്ടി, ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി പെർക്യൂഷൻ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇത്ര ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ആദ്യത്തെ ഇൻട്രോയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു എഫക്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ക്രാഷ് കേട്ട് നോക്കാം. അത് നമ്മൾ റിവേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രോഡക്ടറി പാർട്ടിൽ ഉള്ളത്. ഇത്ര ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രോ മ്യൂസിക്കിൻ്റെ പാർട്ടിൽ ഇത്രയാണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോക്കൽ ഒരു എഫക്റ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് ഹമ്മിങ് എന്ന് പറയും. അത് നമുക്കൊന്ന് സാധാരണ അത് ഫീമെയിലാണ് ചെയ്തിരിക്കുന്നത് ഒറിജിനലിനകത്ത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതിനായിട്ട് ഓഡിയോ ട്രാക്കിൽ ഞാനിവിടെ ഒരു റീവർബ് ഇട്ടിട്ടുണ്ട്. കത്തീഡ്രലാണ് പ്രീസെറ്റിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റീവർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ വെറ്റ് അധികമായിട്ട് കൊടുക്കാം. ഡ്രൈ കുറച്ച്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം, പാടി നോക്കാം. അപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മളങ്ങനെ ചെയ്തെടുത്താൽ മതി. കുറച്ച് ഒരു ഫീമെയിൽ വോയിസിലൊക്കെ ഒന്ന് ഹമ്മിങ് എടുത്താൽ മതി. കേട്ടോ? അത് നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തതിന് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതൊക്കെ സെപ്പറേറ്റ് വീഡിയോയിൽ പഠിച്ചാലാണ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ കൂടെ പാടാനും വേണ്ടി മാത്രമായിട്ടൊന്ന് കേട്ട് നോക്കാം. സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ CPU കുറച്ച് കഷ്ടമുണ്ടാകും, അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ റെക്കോർഡ് ചെയ്തിട്ട് നമുക്കിനി അതിൻ്റെ എഫക്ട്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലേഡീസിൻ്റെ ഫീമെയിൽ വോയിസായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അതിനുള്ള പ്രത്യേകം പ്ലഗിൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ നിർത്തുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മ്യൂസിക് പഠിക്കാൻ ആഗ്രഹിക്കുകയും
മിക്സിംഗ് മാസ്റ്ററിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അവരുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി പറയുന്നതായിരിക്കും. താങ്ക് യു.